പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 2 സിലബസ് അധിഷ്ഠിത വീഡിയോകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പ്ലാനറ്റ്സ് ആൻഡ് അതർ ഹെവൻലി ബോഡീസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഗ്രഹങ്ങളെ പ്രദക്ഷിണം വെക്കുന്ന ഉപഗ്രഹങ്ങളും ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളും വാൽ നക്ഷത്രങ്ങളും അടങ്ങുന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. നമുക്ക് ഇന്ന് സൗരയൂഥത്തെ കുറിച്ചിട്ടും അതുപോലെ ഗ്രഹങ്ങളെ കുറിച്ചിട്ടൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഭാഗമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമേറിയ ഗ്രഹമേത്? ശുക്രൻ, ബുധൻ, വ്യാഴം, ശനി. കറക്റ്റ് ആൻസർ ശുക്രൻ. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഭൂമി, ബുധൻ, വ്യാഴം, ശനി. വ്യാഴമാണ് കറക്റ്റ് ആൻസർ. സൗരയൂഥത്തിലെ ആന്തരഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ഏത്? സൗരയൂഥത്തിലെ ആന്തരഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഇപ്പൊ ബാഹ്യഗ്രഹങ്ങളുണ്ട്, ഔട്ടർ പ്ലാനറ്റ്സ്. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതാണ് ഔട്ടർ പ്ലാനറ്റ്സ്. ബാഹ്യഗ്രഹങ്ങളെ നമ്മൾ ജോവിയൻ ഗ്രഹങ്ങൾ എന്നും വിളിക്കും. അന്തർഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? ബുധനാണ് കറക്റ്റ് ആൻസർ. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ചിഹ്നഗ്രഹ വലയം കാണപ്പെടുന്നത്? എന്താണ് ചിഹ്നഗ്രഹ വലയം എന്ന് പറഞ്ഞാല്? അസ്റ്ററോയിഡ്സ്. സൗരയൂഥത്തിൽ പ്രധാനമായും ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലെയുള്ള വസ്തുക്കളെയും മറ്റു ശകലങ്ങളെയും അറിയപ്പെടുന്നത് ചിഹ്നഗ്രഹങ്ങൾ അഥവാ ക്ഷുദ്രഗ്രഹങ്ങളാണ്. ആദ്യമായി കണ്ടെത്തിയതും ഏറ്റവും വലുതുമായ ക്ഷുദ്രഗ്രഹം സെറസ്. ഇപ്പൊ കറക്റ്റ് ആൻസർ ചൊവ്വ, വ്യാഴം. മറഞ്ഞിരിക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ് മറഞ്ഞിരിക്കുന്ന ഗ്രഹം. ഇനി നമുക്ക് സൂര്യനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. സൗരയൂഥത്തിന്റെ ഊർജ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് സൗരയൂഥ സിദ്ധാന്തം ശാസ്ത്രീയമായി അവതരിപ്പിച്ച ആദ്യ ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസ്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ്. അണുസംയോജനം മുഖേനയാണ് സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. സൂര്യനിൽ ദ്രവ്യം പ്ലാസ്മ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. നാലാമത്തെ അവസ്ഥ ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. സൂര്യനിൽ മൂലകങ്ങൾ പ്ലാസ്മ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. സൂര്യനിൽ പ്രകാശവും താപവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അണുസംയോജനം വഴിയാണ്. എന്താണ് അണുസംയോജനം എന്ന് പറഞ്ഞാല്? സൗരകേന്ദ്രത്തിലെ പദാർത്ഥങ്ങളുടെ മർദ്ദത്താൽ താപനില വളരെ ഉയർന്ന് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ അതിവേഗതയിൽ കൂടിച്ചേരുന്നു. അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയും. ഹീലിയമായി പരിവർത്തനം നടക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് അണുസംയോജനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. സൂര്യന്റെ ഏറ്റവും ബാഹ്യമായ ആവരണം കൊറോണ. ഭൂമിയിൽ നിന്ന് ദൃശ്യമാവുന്ന സൂര്യന്റെ പ്രതലമാണ് ഫോട്ടോസ്ഫിയർ. ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യന്റെ ഭാഗം ഫോട്ടോസ്ഫിയർ. ഫോട്ടോസ്ഫിയറിന് മീതെയായി കാണപ്പെടുന്ന സൗരപാളിയാണ് ക്രോമോസ്ഫിയർ. പിന്നെ സൂര്യന്റെ ഏറ്റവും ബാഹ്യമായ ആവരണം കൊറോണ. സൂര്യഗ്രഹണ സമയത്ത് മാത്രമാണ് കൊറോണ ദൃശ്യമാകുന്നത്. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 8 മിനിറ്റ് 20 സെക്കൻഡ്.
സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസമാണ് പെരിഹീലിയൻ. എന്നാണ് പെരിഹീലിയൻ? ജനുവരി 3. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയ ദിവസമാണ് ജൂലൈ 4, അല്ലെങ്കിൽ അതിനെ എന്ത് പറയും? അബ്ഹീലിയൻ എന്ന് പറയും. സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച എന്നാണ്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച പേടകം ആദിത്യ L1. ഇനി നമുക്ക് പ്ലാനറ്റ്സുകളെ കുറിച്ചിട്ട് നോക്കാം, ഗ്രഹങ്ങളെ കുറിച്ച് നോക്കാം. പ്ലാനറ്റ്സ് എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം അലഞ്ഞു തിരിയുന്നവ എന്നാണ്. വാണ്ടറേഴ്സ് അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്നവ എന്നാണ് പ്ലാനറ്റ്സ് എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം. സൗരയൂഥത്തിൽ അംഗീകരിക്കപ്പെട്ട 8 പ്ലാനറ്റ്സുകളാണുള്ളത്. ബുധനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതാണ് പ്ലാനറ്റ്സ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, ഏറ്റവും ചെറുത് ബുധൻ. ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ, ഏറ്റവും ചൂട് കൂടിയത് ശുക്രൻ, ഏറ്റവും തണുത്തത് നെപ്റ്റ്യൂൺ, ഏറ്റവും തിളക്കമുള്ളത് ശുക്രൻ. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. ഇനി ബുധനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം, ഭൂമിയുടേതിന് തുല്യമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹം. ബുധനെ കുറിച്ച് പഠിക്കാൻ നാസ അയച്ച ബഹിരാകാശ പേടകങ്ങളാണ് മറീനർ 10, മെസ്സഞ്ചർ. ബുധനെ നിരീക്ഷിക്കുവാനായി 2004 ഓഗസ്റ്റ് 3 നാസ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് മെസ്സഞ്ചർ. ഇപ്പൊ ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം, ഏറ്റവും ചെറിയ ഗ്രഹം, വലുപ്പത്തിൽ 8ാം സ്ഥാനം, അതുപോലെ തന്നെ സൗരയൂഥത്തിലെ ഏറ്റവും വേഗതയേറിയ ഗ്രഹമാണ്. 88 ഭൗമദിനങ്ങൾ കൊണ്ട് ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നു. അന്തരീക്ഷമില്ല എന്ന് കരുതപ്പെടുന്ന സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് ബുധൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം കൂടിയാണ് ബുധൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. വർദ്ധിച്ച തോതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലമുള്ള ഹരിതഗൃഹ പ്രഭാവമാണ് ശുക്രനിൽ ചൂട് കൂടാൻ കാരണം. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ശുക്രൻ. ഭൂമിക്ക് സമാനമായ വലിപ്പമുള്ളതിനാൽ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നു. കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹം, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു. പ്രകാശത്തെ ഏറ്റവും അധികമായി പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. വർഷത്തെക്കാളും ദൈർഘ്യം കൂടിയ ദിവസമുള്ള ഗ്രഹമാണ് ശുക്രൻ. വർഷത്തെക്കാളും ദിവസത്തിന് ദൈർഘ്യം കൂടിയ ഗ്രഹം. ശുക്രനിൽ കാണപ്പെടുന്ന വിശാലമായ പീഠഭൂമി ലക്ഷ്മി പ്ലാനം. ശുക്രനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് മറീനർ 2. ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഉള്ളത് ശുക്രനിലാണ്. ഏറ്റവും നീണ്ട ദിനരാത്രങ്ങൾ കാണപ്പെടുന്നു. പരിക്രമണത്തിനേക്കാളേറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് ശുക്രൻ. ശുക്രനിൽ ചൂട് അനുഭവപ്പെടുന്നത് അന്തരീക്ഷത്തിൽ 95%-ലധികവും കാർബൺ ഡൈ ഓക്സൈഡ് ആയതിനാൽ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്നു. ഇപ്പൊ രാത്രിയിലൊക്കെ ചന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമേറിയ ഗോളമാണ് ശുക്രൻ. ശുക്രനെ ആദ്യമായിട്ട് ഏറ്റവും അടുത്ത് നിരീക്ഷിച്ച പേടകം മറീനർ 2 ആണ്. ഇനി നെക്സ്റ്റ് ഭൂമി.
ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ചന്ദ്രനാണ്. ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേര് ജിയോയിഡ്. ഭൂമിയുടെ 71% ജലവും 29% കരയുമാണ്. നെക്സ്റ്റ്, ചൊവ്വ. ഗ്രീക്കുകാരുടെ യുദ്ധദേവനാണ് ചൊവ്വ, മാർസ്. ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ചൊവ്വയിലെ ഒളിമ്പസ് മോൺസ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ പർവ്വതം. ചുവന്ന ഗ്രഹം അയൺ ഓക്സൈഡിന്റെ അമിത സാന്നിധ്യം ഉപരിതലത്തിലുള്ളത് കൊണ്ടാണ് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. ഏകദേശം ഭൂമിയുടേതിന് തുല്യമായ ദിനരാത്രങ്ങളാണ് അനുഭവപ്പെടുന്നത്. ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ ഫോബോസ്, ഡീമോസ്. ചൊവ്വയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ഫോബോസ് അറിയപ്പെടുന്നത് കറുത്ത ചന്ദ്രൻ. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേഷണ പദ്ധതിയായ മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5. ചൊവ്വയുടെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ഇറങ്ങിയ ആദ്യത്തെ പേടകം അമേരിക്കയുടെ വൈക്കിംഗ് ആണ്. ജീവൻ നിലനിൽക്കുവാൻ അനുയോജ്യമായ സാഹചര്യമുള്ള ഗ്രഹമാണ് ചൊവ്വ. ഭൂമിക്ക് സമാനമായ ദിനരാത്രങ്ങളുള്ളത് ചൊവ്വയിലാണ്. എന്നാൽ ഭൂമിക്ക് സമാനമായ വലുപ്പമുള്ളത് ശുക്രനാണ്. ഭൂമിയെ കൂടാതെ ധ്രുവങ്ങളിൽ ഐസ് പാളികളുള്ളത് ചൊവ്വയിലാണ്. ഇനി അടുത്തത് വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം. വലിയ ചുവന്ന പൊട്ട് എന്ന് കൊടുങ്കാറ്റ് മേഖല ഉള്ള ഗ്രഹം. ഒരു വ്യാഴവട്ടം എന്നാൽ വ്യാഴത്തിലെ ഒരു വർഷം ഭൂമിയിലെ 12 വർഷമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം റോമൻ ദേവതകളുടെ രാജാവാണ് ജൂപ്പിറ്റർ. അതായത് ഒരു വലിയ ചുവപ്പടയാളം, ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡാണ്. വ്യാഴത്തെയും അതിന്റെ ഉപഗ്രഹങ്ങളെയും ചെറു സൗരയൂഥം എന്നും വിളിക്കുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ്, വ്യാഴത്തിന്റെ ഉപഗ്രഹം. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്ന ചെറുഗോളങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. നേരത്തെ നമ്മൾ ക്ഷുദ്രഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. വാൽ നക്ഷത്രമായ ഷുമാക്കർ ലെവി 9 വ്യാഴത്തിൽ പതിച്ചത് 1994. വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ 1989 നാസ വിക്ഷേപിച്ച പേടകമാണ് ഗലീലിയോ. ഗലീലിയോ കണ്ടെത്തിയ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഗാനിമീഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ തുടങ്ങിയവ. സജീവമായ അഗ്നിപർവ്വതങ്ങളുള്ള വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് അയോ. വസ്തുക്കൾക്ക് ഏറ്റവും അധികം ഭാരം അനുഭവപ്പെടുന്നത് വ്യാഴത്തിലാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ഇനി അടുത്തത് ശനി, സാറ്റേൺ. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം. ശനിക്ക് ചുറ്റുമുള്ള 7 വലയങ്ങളെ ആദ്യമായി പരാമർശിച്ചത് ഗലീലിയോ. ഭ്രമണ വേഗതയിലും ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിലും 2ാം സ്ഥാനത്തുള്ള ഗ്രഹം. നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റൻ. ഏറ്റവും കൂടുതൽ പ്രകൃതിദത്ത ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റന് വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ്. ടൈറ്റനെ കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഹ്യൂജൻസ്.
ശനിയുടെ വലയത്തെ കണ്ടെത്തിയത് ഗലീലിയോ ആണ്. ശനിയെ പ്രദക്ഷിണം ചെയ്യുന്ന പൊടിപടലങ്ങളിൽ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നതാണ് ഈ വലയങ്ങൾ എന്ന് സ്ഥിരീകരിച്ചത് വില്യം ഹേർഷൽ. ഭൂമിയുടെ ഭൂതകാലം, അപരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റൻ ആണ്. ഇനി യുറാനസ്. ആദ്യമായി ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ഉപഗ്രഹമാണ് യുറാനസ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനം. യുറാനസ് പച്ച നിറത്തിൽ കാണപ്പെടാൻ കാരണം മീഥേനിന്റെ സാന്നിധ്യം. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നു. യുറാനസിനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം വോയേജർ 2 മൂന്നാമത്തെ വലിയ ഗ്രഹമാണ്. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. യുറാനസിനെ കണ്ടെത്തിയത് വില്യം ഹെർഷലാണ് 1781. നീല ഹരിത വർണ്ണത്തിലാണ് യുറാനസ് ദൃശ്യമാകുന്നത്. നെക്സ്റ്റ്, നെപ്റ്റ്യൂൺ. കൊടുങ്കാറ്റ് അനുഭവപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം. ഏറ്റവും വേഗതയിൽ കാറ്റ് വീശുന്ന ഗ്രഹം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ 3 വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം. വലിയ ഒരു ഇരുണ്ട അടയാളം, ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് ദൃശ്യമുള്ളത് നെപ്റ്റ്യൂണിലാണ്. നെപ്റ്റ്യൂണിന്റെ അന്തരീക്ഷത്തിന് നീല നിറമാണ്. അപ്പോൾ നെപ്റ്റ്യൂണിന്റെ വലയങ്ങൾക്ക് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളാണുള്ളത്. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ട്രൈറ്റൺ ആണ്. 8 ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ട്രിറ്റൺ. ഒരു ഗ്രഹത്തിന്റെ ഭ്രമണ ദിശയ്ക്ക് വിപരീതമായി പരിക്രമണം ചെയ്യുന്ന ഏക ഉപഗ്രഹമാണ് ട്രിറ്റൺ. ഇനി നമുക്ക് നക്ഷത്രങ്ങളെ കുറിച്ചിട്ട് നോക്കാം. ഗാലക്സികളിലെ നക്ഷത്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെയും ധൂളികളുടെയും മേഘപടലം അറിയപ്പെടുന്നത് നെബുല. നക്ഷത്രങ്ങളുടെ ശൈശവ ദശയായി അറിയപ്പെടുന്നത് നെബുല. ലോകത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ. ലോകത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ. നാം ഉൾക്കൊള്ളുന്ന നക്ഷത്ര സമൂഹമാണ് ഗാലക്സി അല്ലെങ്കിൽ ക്ഷീരപഥം. ഇനി ഒരു പോയിന്റ് പറയാനുള്ളത്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന കൃതി സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെതാണ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, യൂണിവേഴ്സ് ഇൻ എ നട്ട് ഷെൽ എന്നീ പ്രശസ്ത ഗ്രന്ഥങ്ങൾ രചിച്ചത് സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. നാം ഉൾക്കൊള്ളുന്ന നക്ഷത്ര സമൂഹം ഗാലക്സി. ഇനി അടുത്തതായിട്ട് ചന്ദ്രൻ. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രനെ കുറിച്ചിട്ടുള്ള പഠനം സെലനോളജി. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കണ്ടുവരുന്ന മൂലകമാണ് ടൈറ്റാനിയം. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കണ്ടുവരുന്ന മൂലകം ടൈറ്റാനിയം. ചന്ദ്രോപരിതലത്തിലെ വസ്തുവിന്റെ ഭാരം ഭൂമിയിൽ അനുഭവപ്പെടുന്നതിൻ്റെ 1/6. ഒരു മാസത്തിൽ അത്യപൂർവമായി ദൃശ്യമാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനാണ് നീലചന്ദ്രൻ. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ആദ്യത്തെ പേടകം അപ്പോളോ 11 എന്നാണ്. ജൂലൈ 21, 1969 അമേരിക്കയുടെ അപ്പോളോ 11 ആണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച പേടകം. ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ സ്ഥലം പ്രശാന്തതയുടെ സമുദ്രം, സീ ഓഫ് ട്രയാങ്കുലിറ്റി.
അപ്പോളോ 11 ദൗത്യത്തിന് നിയന്ത്രിച്ച മൂന്നാമനായ ബഹിരാകാശ സഞ്ചാരി മൈക്കിൾ കോളിൻസ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുതിച്ചു ചാട്ടം എന്ന് പറഞ്ഞത് നീൽ ആംസ്ട്രോങ് ആണ്. മനുഷ്യൻ ചന്ദ്രനിൽ കാലു കുത്തിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. ഇനി വാൽ നക്ഷത്രങ്ങളാണ്. സൂര്യന് വിപരീത ദിശയിൽ കാണപ്പെടുന്ന വാലോട് കൂടിയതും വളരെ ദീർഘമായ പഥത്തിലൂടെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതുമായ വസ്തുവാണ് വാൽ നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ ധൂമകേതു എന്ന് പറയും. 76 വർഷത്തിലൊരിക്കൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന പ്രശസ്തമായ വാൽനക്ഷത്രമാണ് ഹാലിയുടെ ധൂമകേതു. ഈ ധൂമകേതുവിന്റെ പരിക്രമണ സമയം കൃത്യമായി നിർണയിച്ചത് സർ എഡ്മണ്ട് ഹാലിയാണ്. ഹാലിയുടെ ധൂമകേതു അവസാനമായി ദൃശ്യമായത് 1986. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന സംഘടനയായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO നിലവിൽ വന്നത് 1969. ISRO നിലവിൽ വന്നത് 1969. കൃത്രിമ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ISROയുടെ ബാംഗ്ലൂരിലെ ഏജൻസി ISAC, ISRO സാറ്റലൈറ്റ് സെന്റർ. ഇനി റോക്കറ്റുകൾ നിർമ്മിക്കുക എന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC. വിക്ഷേപണ വാഹനങ്ങൾ അല്ലെങ്കിൽ റോക്കറ്റുകൾ നിർമ്മിക്കുക എന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഉത്തരവാദിത്വമാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയാണ് VSSCയുടെ ആസ്ഥാനം. ISROയുടെ ഏറ്റവും വലിയ യൂണിറ്റ് VSSC തുമ്പ, തിരുവനന്തപുരം. ഭാരതത്തിന്റെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഭാസ്കര. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19. ഭാരതത്തിന്റെ ബഹിരാകാശ യുഗം തുടങ്ങിയത് 1975 ഏപ്രിൽ 19 രണ്ടാമത്തെ കൃത്രിമ ഉപഗ്രഹം ഭാസ്കര 1 1979 ജൂൺ 7 വിക്ഷേപിച്ചു. ഭാരതത്തിന്റെ ആദ്യ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി റഷ്യയുടെ യൂറി ഗഗാറിൻ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 1957 ഒക്ടോബർ 4. ഇനി ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി റഷ്യയുടെ യൂറി ഗഗാറിൻ. ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യയുടെ ആദ്യ വനിത കൽപ്പന ചൗള. കൽപ്പന ചൗളയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് നന്നായിട്ട് പഠിക്കാം. എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാം. ഈ കേട്ടിട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും.